ഹലോ ചങ്ങന്മാരെ, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്താണ് കേട്ടോ. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് കോവളം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ കോവളം ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ തുറമുഖവും അതുപോലെ തന്നെ വിഴിഞ്ഞം ഹാർബറും സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് സന്ദർശകർ ഇവിടെ വരാറുണ്ട് കേട്ടോ. മക്കാമ് സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കറാമത്തുകളൊക്കെ ഉള്ള മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് പേര് സന്ദർശനത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സിയാറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായും ഈ ഒരു സ്പോട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സിയാറത്തിന് വരുന്നവർക്ക് ഇവിടെ 4 മക്കാമുകളാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അതിനുള്ള സ്ത്രീകളാണ്, മക്കാമ് കാണാൻ പറ്റില്ല, കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്, മക്കാമിൻ്റെ ഗേറ്റ് ഇതാണ്. വറുത്തരി ഉപ്പ മക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഞങ്ങളിവിടെ വന്ന് യാദൃശികമായിട്ട് കണ്ടൊരു സംഭവമാണ്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് മക്കാം. ഇവിടെ അല്ലേ, അവിടെ അതിനുള്ളിലെല്ലാം എന്നാണ്. ഇതാണ് മക്കാം. ഇതാണ് വറുത്തരി ഉപ്പ മക്കാം കേട്ടോ. തെക്കും ഭാഗം മുസ്ലിം ജമാഅത്ത് വിഴിഞ്ഞ കേട്ടോ. ഓക്കെ, അത് തെക്കും ഭാഗത്തെ പള്ളിയാണ്. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു പള്ളിയുണ്ട്. വലിയ പള്ളി കേട്ടോ. അത് ഒരു ജുമാഅത്ത് പള്ളിയാണ്. ജുമാഅത്ത് പള്ളി തന്നെ, ജുമാ മസ്ജിദ് എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞത്തെ ഗ്രാൻഡ് മോസ്കാണ് കേട്ടോ. ഓക്കെ, അടിപൊളി പള്ളിയാണ്. ഇവിടെ വന്നാൽ നല്ല കാഴ്ച കേട്ടോ. തുറമുഖത്തേക്ക് നല്ല കാഴ്ചയാണ്. അതാണ് കണ്ടെയ്നറുകളൊക്കെ പൊക്കുന്ന അതിൻ്റെ ആ ഒരു എന്താ പറയുക, ക്രെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഹാർബർ കാര്യങ്ങൾ, വല്ലാത്തൊരു കാഴ്ച കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് ആരും കടലിലേക്ക് പോകില്ല. കാരണം രാവിലത്തെ ആ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തി വെക്കും. കാരണം പള്ളിയിലെ സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇവിടെ തൊട്ടപ്പുറത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇനി നാളെ വൈകിട്ട് ഇവർ ഇനി കടലിലേക്ക് പോകുള്ളൂ. തിങ്കളാഴ്ച അല്ല, നാളെ വൈകിട്ട് പോകും. ഞായറാഴ്ച പോകുമെന്ന് പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഇവർ കടലിലേക്ക് ഇറങ്ങും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സിറാജുലുലും മദ്രസ ഇവിടെ കാണാം. ഓക്കെ, ഈ പള്ളിനോട് ചേർന്നിട്ട് തന്നെയാണ് മദ്രസയുള്ളത് കേട്ടോ. ഓക്കെ, അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളുകളില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കടകളൊക്കെ പൂട്ടിക്കെടുക്കുന്നത് കേട്ടോ. കാരണം 1-2 കസ്റ്റമറേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് പൂട്ടിക്കെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാർബറിലൊക്കെ ഇവർ തിങ്കളാഴ്ച ദിവസമൊക്കെ ഇവിടെ ഭയങ്കര റഷായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആളുകളും ആളും പാടും കാര്യങ്ങളൊക്കെ ആവട്ടെ. അവിടെ ദർഗ ഉണ്ട്, വറുത്തരിപ്പ മക്കാമിലേക്ക് വരുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഈ പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ മീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടാവും. ഗ്രാൻഡ് മോസ്ക് ഇവിടെ കണ്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിയുമ്പോൾ ഇവിടെ വേറൊരു പള്ളിയാണ്. അതേ രൂപത്തിൽ തന്നെ അതേ പണി ആ ചെയ്ത ആളെന്നാണ് തോന്നുന്നു ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സെയിം. അത് തെക്കുംഭാഗ പള്ളിയാണെങ്കിൽ ഇത് ഏതാണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ അറിയാതൊന്നും പറയാൻ പാടില്ല. അവിടെ പോയിട്ട് അതിൻ്റെ വിവരം പറഞ്ഞുതരാം കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ പേരെന്താണ്, അത് ഏത് ഭാഗത്തെ പള്ളിയാണ്. ഓക്കെ, കടകളുണ്ട്. ഇതുണ്ടോ, ഈ ഏരിയ 2 സൈഡും കടകളാണ്. പക്ഷേ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ആരും കടലിലേക്ക് പോകില്ല ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് അടച്ചിട്ടുള്ളത്. എല്ലാവരും ഇന്നിപ്പോൾ റിസൾട്ട് അറിയാണല്ലോ. അപ്പോൾ ആ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുകയാണ് ഇവർ. എല്ലായിടത്തും ന്യൂസ് ചാനൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താവും എന്നുള്ള. പാലക്കാട് എന്താവും, വയനാട് എന്തായാലും പ്രിയങ്ക തൂത്തുവാരും, അത് വേറെ കാര്യം. ബാക്കിയുള്ള 2 സ്ഥലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വിഴിഞ്ഞത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഷാജി ഉണ്ട്. നടന്ന് കുഴങ്ങിക്ക് തോന്നിട്ടോ. നമുക്ക് പിന്നെ നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ക്ഷീണവുമില്ല, ഒന്നുമില്ല. നേരെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും.
ഇവിടെ മലചരക്ക് സാധനങ്ങൾ അടക്ക കാര്യങ്ങളൊക്കെ എടുക്കുന്ന ചെറിയ ഷോപ്പാണ്. അതുപോലെ തന്നെ വെറ്റിലടക്കാന്ന് പറയും, മുറുക്കാൻ കടയാണ്. അപ്പോൾ നമ്മൾ ആ പള്ളി തൊട്ടടുത്ത് വരുന്നുണ്ട്. എന്താ ഭംഗിയൊക്കെ, വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത പോലുള്ള എന്താ പറയുക മിനാരങ്ങളും കുബ്ബയൊക്കെ കാണാൻ പറ്റും. വെള്ള പെയിൻ്റ് ആട്ടോ, ഗോൾഡൻ കളറിൽ ഗോൾഡൻ ടച്ചിൽ വൈറ്റ് പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത്. രണ്ട് പള്ളി ഒരേ പോലെ തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. പള്ളി കാണാം, ആ കടലിനോട് ചാരിയിട്ട് ഇതാട്ടോ ഒരു പള്ളിയുണ്ട്, മുഹിയുദ്ദീൻ പള്ളി എന്നാണ് ഇതിൻ്റെ പേരിട്ട, ദർഗാ ഷെരീഫ്. വിഴിഞ്ഞം മുഹിയുദ്ദീൻ പള്ളി ദർഗാ ഷെരീഫാണ്. അപ്പോൾ നമുക്ക് നേരെ ആ പള്ളിയുടെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ കയറിയിട്ട് നേരെ പള്ളി കോമ്പൗണ്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഒരു ടൂർ വന്നാന്നാണ് തോന്നുന്നത്. ഈ ഇവിടെ നിൽക്കുന്ന കുട്ടികൾ അവിടെ ഇരിക്കാനും നിൽക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നല്ല സൗകര്യമുള്ള പള്ളിയാണ്. ഇവിടെ നിന്നാലും നമുക്ക് നല്ല കാഴ്ച കേട്ടോ. ഹാർബർ നല്ല അടിപൊളിയായിട്ട് കാണാം. നിങ്ങൾ എവിടുന്ന് സിയാറത്ത് വന്നാ? എവിടുന്നാണ്? എവിടെ സ്ഥലം? എവിടെ നിങ്ങളുടെ സ്ഥലം എവിടെ? മലപ്പുറം എവിടെ? ചമ്മാട്ടിൽ നിന്ന് വന്നാൽ നിങ്ങളെല്ലാവരും മൊയ്തീൻ പള്ളിയാണ് വന്നാൽ? ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോണേ? എൻ്റെ വീട് എവിടെ അറിയോ? കോയിച്ചനെന്ന് കേട്ടണ? കോട്ടക്കൽ കോയിച്ചന? കോട്ടക്കലാണ്. ഒക്കെ നമ്മളെ നാട്ടിലുള്ള കുട്ടികളാട്ടോ. പേര് പറയും. മോനെ പേര് പറയും. ഈ ചമ്മാടല്ലേ? എല്ലാവരും ചമ്മാടല്ലേ? ഈ ചമ്മാടിൽ നിന്ന് വന്നാണ് കാണാൻ വന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആളുകൾ കുട്ടികളെല്ലാവരും കൂടി സിയാറത്ത് വന്നാട്ടോ, മൊയ്തീൻ പള്ളി കാണാൻ വന്നാണ്. പേര് പറയാം. ആ ചമ്മാടാണ്. നബീര് മുർസാദ്. എന്ന് ഇറങ്ങിയതാ നിങ്ങൾ? ഇന്നലെ ഇറങ്ങിയതാണ്. എവിടേക്ക് പോയി? പുത്തമ്പള്ളി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് വരണം. ഇനിയിപ്പോൾ ഇന്ന് തിരിക്കോ നാട്ടിക്ക്? ഇന്ന് തിരിക്കും. നാളെ സുബയാകുമ്പോൾ എനിക്ക് കൊടുത്തു. നിങ്ങൾ ഉസ്താദാണ്? MBR കഥ പറഞ്ഞത്. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഇങ്ങനെ ടൂർ സിയാറത്ത് വന്നാണല്ലേ? എന്താ പേരെന്താ? ഹസനില്ലേ? എവിടെ നാട്? എവിടെ? മഞ്ചേരി അല്ലേ? ഞങ്ങൾ കോട്ടക്കലാണ്. അത് ശരി. അലൈക്കും. ഉള്ളിലാണല്ലേ? കഴിച്ചു തുടങ്ങി നമ്മളെ പയ്യന്മാരട്ടാ. നാട്ടിൽ നിന്ന് വന്നാണ്. നിങ്ങൾ ഇവരെ കൂടെ വന്നാ? ഇന്നലെ പോന്നാണ്. നീ നാളെ സുബൈക്ക് അവിടെ എത്തും. എവിടേക്ക് പോയി? നമ്മൾ വ്യോമ്പള്ളി പോയി. ഇങ്ങനെ പോകൂലേ? ഓക്കെ, ഷാറല്ലേ? അടിപൊളിയല്ലേ യാത്രയൊക്കെ? ഓക്കെ, ബൈ. അപ്പോൾ ഈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടാ. പേര് പറഞ്ഞു കൊടുത്തില്ലേട്ടാ? അടിച്ചു കൊടുക്കും. മൊബൈലുണ്ട്. ഉസ്താനിൽ അടിച്ചു കൊടുക്കും. ഉസ്താൻ്റെ മൊബൈൽ ഏതാ? ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. ഈ പൊളി കാഴ്ചയാണ്. മാഷാല്ലാ. മൊയ്തീൻ പള്ളീൻ്റെ കോമ്പൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ക്രിസ്ത്യൻ പള്ളി കാണാം, ഇപ്പുറത്തെ സൈഡിൽ മൊയ്തീൻ പള്ളി, അതുപോലെ തന്നെ തെക്കും ഭാഗം അല്ലാതെ ആ പള്ളി. അപ്പോൾ ഇത് തെക്കും ഭാഗം, അത് വടക്കും ഭാഗം. ഓക്കെ, ഇത് മൊയ്തീൻ മസ്ജിദ്, അത് ജുമാഅത്ത് വടക്കും ഭാഗം പള്ളിയാണ്. അത് കഴിഞ്ഞ് വിഴിഞ്ഞം പാറപ്പള്ളി ദർഗാ ഷെരീഫിക്കാണ് ഇനി പോകാനുള്ളത് കേട്ടോ. ഓക്കെ, ലൈറ്റ് ഹൗസ് ആണ്. അവിടെ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വരിക കേട്ടോ. വടക്കും ഭാഗം തെക്കും ഭാഗം, അത് കഴിഞ്ഞ് പാറപ്പള്ളി. ഈ ദർശിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, ഈ ഒരു എന്താണ് ഈ തെക്കും ഭാഗം പള്ളീൻ്റെ കോമ്പൗണ്ടിൽ നിന്നിട്ട് അങ്ങോട്ട് നോക്കി ഹാർബർ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ വിഴിഞ്ഞം പാറപ്പള്ളി ദർഗാ ഷെരീഫിൽ പോയി നോക്കുക കേട്ടോ. ഇനി അവിടെ പോകുമ്പോഴുള്ള കാഴ്ച എങ്ങനെയാണെന്നുള്ളത് അവിടെ പോയിട്ട് തന്നെ കാണിച്ചു തരാം. ഇതാണ് പാറപ്പള്ളി. ഈ കടലിൻ്റെ വക്കായതുകൊണ്ടാണ് ഇവിടെയൊക്കെ മണലിട്ടോ. സ്ത്രീകളുണ്ട്. ഇതാണ് ദർഗ കേട്ടോ. ചെറിയ പള്ളിയാണ്. എവിടെ ചെന്നാലും സ്ത്രീകളാണ് മെയിനായിട്ടുള്ളത്. ചെറിയൊരു പള്ളിയാട്ടോ. കാണുമ്പോൾ വലുതാന്ന് വിചാരിക്കും, പക്ഷേ ഇവിടെ ദർഗ മാത്രമേ ഉള്ളൂ. പള്ളി ഇത് സമുദ്രം ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഹാർബർ.
ഇനി എന്ത് വേണം? അടിപൊളി കാഴ്ച അല്ലേ? എന്താ വെള്ളത്തിൽ ഇറങ്ങിയാണ്ട് മീൻ പിടിക്കുന്നൊരു കാഴ്ച കാണാം. ഓക്കെ, അവിടെ മീൻ പിടിക്കാവൂന്ന് വിചാരിക്കുന്ന. ഇവിടെയൊക്കെ നല്ല അടിപൊളി സീനറി കേട്ടോ. ഇത് ആസ്വദിക്കണം കേട്ടോ. ഫോണിലൂടെ എത്രത്തോളം നിങ്ങൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഒരു പാല് കൊടുന്ന് ഒഴിച്ച പോലെ ഇങ്ങനെ കിടന്ന് ആ ഒരു തിരഭാഗം കണ്ടോ, തിരടിക്കുന്ന ഭാഗം. വലിയ ഷിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ബന്ധിക്കാനുള്ളതാണെന്ന് അറിയില്ല കേട്ടോ. കയറിട്ട് കെട്ടാനുള്ള സംഭവം തോന്നുന്നു. ഒരു ഇരുമ്പിൻ്റെ ഒരു വലിയ കട്ടയാണ്, അതാണ് തോന്നുന്നത്. ഞാൻ അറിയുന്നവരെന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് അത്രേ അറിയുള്ളൂ. ഇവിടെ അറിയുന്നവരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നൊരു അന്യായ കാഴ്ച എടുത്തല്ല. നമ്മൾ ഈ പുലിമൂട്ടിലൊക്കെ കരിങ്കല്ലല്ലേ ഇടുക, ഇവിടെ പ്രത്യേക തരത്തിലുള്ളൊരു ത്രികോണ രൂപത്തിലുള്ളൊരു സുന കോൺക്രീറ്റിലാണ് നിർമ്മിച്ച് കണ്ട് ഇവിടെ ഇട്ടിട്ടുള്ളതാണ്. അത് എന്നാണ് ഉണ്ടാക്കിയെന്ന് വരെ ഉണ്ട്. 6/2/20 ഇതൊക്കെ പുതിയതാട്ടോ, 2022 ഉണ്ടാക്കി ഇതിൽ നിക്ഷേപിച്ചാണ്. കാരണം അങ്ങോട്ട് തിരടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹാർബറിലോട്ട് തിരടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുലിമൂട്ട് എന്നുള്ള സംഭവം നിർമ്മിച്ചതാണ്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ആ ഒരു പാൽ കളർ പോലെ കേട്ടോ തിരടിക്കുന്നത്. മോനെ പാറയാണ്, ഫുള്ള് പാറക്കെട്ടുകളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വടക്കും ഭാഗം പള്ളി, അതുപോലെ തന്നെ തെക്കും ഭാഗം പള്ളി, അതുപോലെ തന്നെ പാറപ്പള്ളി, പിന്നെ ഇവിടുത്തെ ബീച്ച് കാര്യങ്ങൾ, ഇവിടുത്തെ സമുദ്രത്തിന്റെ ആ ഒരു മനോഹരമായ കാഴ്ച. ഇവിടെ ഈ ബീച്ച് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. നല്ല വൈബാട്ടാ, ഒരു രക്ഷയില്ല. എന്തോ ഒരു പാലല്ലേ, പാല് പോലെ ആ തിരടിക്കുമ്പോൾ ഒരു പാലൊരു ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതുപോലെ തന്നെ ഈ പാറപ്പള്ളി എന്ന് പറയാനുള്ള കാരണം എന്താ പറയുക, പാറയാണ്. ഇത് പാറ, ആ പാറയുടെ മുകളിലാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സിയാറത്ത് ചെയ്യാനൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ ഇവിടെ വന്നാലൊന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വരണം അല്ലേ. നല്ലൊരു അടിപൊളി വൈബ് സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യം, അപ്പോൾ ഈ വിഴിഞ്ഞത്തെ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വിലയേറിയ കമൻറ്റ് അടിക്കട്ടെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.